ഓറ. എന്താ അല്ലേ, ഫോട്ടോയിലൂടെ കാണുമ്പോ വീഡിയോയിലൂടെ കാണുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം നേരിട്ട് നിങ്ങൾ കാണുമ്പോ എന്തൊരു ഫീൽ അത്. ഫോട്ടോയും വീഡിയോ ഒന്നും അല്ല, നേരിട്ട് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ സത്യത്തിലൊരു ഓറ. നമ്മൾ അതിലോട്ട് ആകർഷിക്കപ്പെട്ടു പോകും. നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അവസ്ഥ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതെല്ലാം ഏകദേശം അതിൻ്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് അത്തരത്തിൽ ആഭ്യന്തര കലാപങ്ങളൊക്കെ കൊണ്ടിട്ട് ഏകദേശം പല പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കണം. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് എത്ര സമാധാനമായിട്ടാണ്. പാർട്ടിയുടെ ഒന്ന് ഫേവർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാരും ഇപ്പോൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സംഗീ എന്നുള്ള. ആയിക്കോളൂ, സന്തോഷം പോരെ. ഞാൻ അതിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്, അത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നൊക്കെയാണ് അത്തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മരിപ്പ് എടുത്തുകൊണ്ട് പോകാൻ പാട് നമുക്കറിയാം. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ 2-3 മരണങ്ങൾ ഇവിടെ സംഭവിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വഴിയില്ല. ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. എന്താ പറയാ, ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, വെള്ളമില്ല. വെള്ളമുണ്ട പഞ്ചായത്തില് ഈ 4 സെന്റ് കോളനി ചെന്നിട്ട് ഞാൻ വോട്ട് ചോദിച്ചില്ല. എനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ വോട്ട് ചോദിക്കുന്നവരോട്? ഈ പറഞ്ഞ വീടുകൾ, ഈ പറഞ്ഞ ടാർപോളിനകത്ത് 10-12 പേര് കിടന്നുറങ്ങുമ്പോൾ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ, അടച്ചുറപ്പുള്ള മുറിയില്ലാതിരിക്കുമ്പോൾ, കഴിക്കാൻ ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ, വെള്ളമില്ലാതെ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചെളി പറ്റി പിടിച്ചിരിക്കുക. ആ ആളുകൾ കാണുമ്പോൾ നമുക്ക് എങ്ങനെ അവരോട് വോട്ട് ചോദിക്കാൻ പറ്റില്ല? മനസ്സത്വമുള്ള മനസ്സുള്ള ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ May 4th റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കണം? ജയിച്ചാലും തോറ്റാലും അവിടെ ഉണ്ടാവും, പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുമെന്ന് ശ്യാം ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാ May 4th വരെ കാത്തത്? നിങ്ങൾക്ക് ചെയ്തുകൂടെ? അതിന്റെ പരിഹാരം ഞാൻ ഇപ്പോഴേ തേടിക്കഴിഞ്ഞു. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ വിളിച്ചിട്ട് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കും. ഇതിന്റെ പ്രതിവിധി ഞാനന്ന് കണ്ട അന്നു മുതൽ എന്റെ മനസ്സിലുള്ളതാണ്. അതിനൊരു പരിഹാരം കൊടുത്തില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, പീപ്പിൾസ് ചോയ്സിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് BJPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ P. ശ്യാംരാജ്. ഹലോ, നമസ്കാരം. എനിക്കറിയാം, ഇപ്പം ഇലക്ഷന്റെ നമ്മുടെ വോട്ടിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ മൊത്തം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ബഹളങ്ങളും സംഭവങ്ങളും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അതൊരു മിസ് ചെയ്യുന്ന ഒരു പീരീഡിലാണ്, എല്ലാ കാൻഡിഡേറ്റ്സും അല്ലെ? തിരക്ക് പിടിച്ച കുറേ ദിവസങ്ങളിൽ നിന്നും ഇനിയിപ്പം നിങ്ങളൊരു വല്ലാത്തൊരു ക്യൂരിയോസിറ്റി, എവിടേക്കാണ് കിട്ടുന്നത്, നമ്മുടെ എന്തൊക്കെയാവും ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഫീൽ ശരിക്കും ശ്യാമിനും ഒരുപാട് നന്നായിട്ടുണ്ടോ? എനിക്കെന്തോ ഉത്സവത്തിന്റെ പിറ്റേന്ന് ഒരു അനുഭവമുണ്ട്. നമ്മൾ വലിയൊരു ഉത്സവമൊക്കെ നടത്തി, കുറെ ഉത്സവത്തിന്റെ പിറ്റേന്നുള്ള ഒരു ശാന്തത നിശബ്ദതയൊക്കെ ഉണ്ട്. ആളൊഴിഞ്ഞ ഒരു അമ്പലപ്പറമ്പ്, അതുപോലെയാണ് ഇപ്പൊ മനസ്സും. അപ്പൊ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. റിലാക്സ് എന്ന് പറയാൻ പറ്റുമോ? വിഷമല്ലേ, ഒരു വല്ലാത്തൊരു ഏകാന്തത, മൂകത, ആ ഒരു ഫീൽ. അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കുറച്ചൊക്കെ ആ വലിയൊരു തിരക്കിന് ശേഷമുള്ള ഒരു ശാന്തത ഒന്ന് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ആ രീതിയിൽ കാണും. ഇപ്പൊ നാളെ രാവിലെ വീട്ടിൽ പോകണം. എന്റെ സ്വന്തം വീട് തൊടുപുഴ, ഇടുക്കി തൊടുപുഴ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം ഇന്ത്യയിലേക്ക് NDA-യും BJP-യും കൂടെ വന്നു കഴിഞ്ഞപ്പം NDA-യിലേക്ക് പുതിയതായിട്ട് സെലിബ്രിറ്റീസ് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പം നമ്മളിപ്പോ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വെച്ച് തന്നെ പറയാം, നമ്മുടെ ഈ ചാനലുകളിലും വേറെ ഓരോരുത്തരും വന്ന് പറയുന്നത്, എന്തിനാണ് സെലിബ്രിറ്റീസിന്റെ കുറെ പേര് അതിനോട് എന്താ പറയാ ഫേവർ ചെയ്ത് സംസാരിച്ചപ്പോഴും ചില ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തിനാണ് ഈ സെലിബ്രിറ്റീസിനെ, അതിന്റെ പിന്നിലത്തെ BJP-യുടെ സ്ട്രാറ്റജി എന്താണ്? ഒരു രീതിയിലും പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാത്ത, അതുമായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, നാട്ടിന് വേണ്ടിയിട്ട് ഒരു സേവനം അങ്ങനെ ഒന്നും നിങ്ങളൊക്കെ ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ ശ്യാമിനെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ? അപ്പൊ നിങ്ങളെപ്പോലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്ത, ആകെ ഒരു ഫേസ് വാല്യൂ മാത്രം കണ്ടുകൊണ്ട് അതിന്റെ പിന്നിലത്തെ ആ ഒരു സ്ട്രാറ്റജി, അങ്ങനെയുള്ളവരെ എന്തുകൊണ്ട് BJP NDA-യിലേക്ക് എടുത്തു? എന്താണ് ശ്യാമിനുള്ള? നോക്കൂ, പരമ്പരാഗതമായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്പേസ് പോവുക അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. അവർ ഈ പ്രസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. എപ്പോഴും അതിന് നെടുന്തൂണായിട്ട്, അതിന് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട്, അതിന് ഡ്രൈവിംഗ് സീറ്റിൽ എപ്പോഴും അവർ തന്നെ ഉണ്ടാവും. പിന്നെ പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ അത് സെലിബ്രിറ്റി ആണോ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെയാണോ, മറ്റെന്തെങ്കിലും പൊളിറ്റിക്സ് ആണോ എന്നുള്ളതല്ല വിഷയം. അവരുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് സൊസൈറ്റി എന്താണെന്നുള്ളതാണ് അതിനകത്ത് ഒരു വിഷയം എന്ന് പറയുന്നത്. അവർക്ക് ഇതിനകത്ത് കപ്പാസിറ്റി ഉണ്ടോ, അതായത് പൊതുജന സേവനം ചെയ്യാൻ വേണ്ടി അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ
ഇപ്പോൾ NDA അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായി പൊതുസമൂഹം കണ്ടിട്ടുള്ള സെലിബ്രിറ്റികൾ മാത്രമല്ല നമ്മളെ സമീപിച്ചിട്ടുള്ളത്. നമ്മളെ സമീപിച്ചിട്ടുള്ള അവർ മാത്രമല്ല. പക്ഷെ അതിനൊക്കെ ഒന്ന് സ്കാൻ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ പൊതുജനങ്ങളോട് ഒത്തുനിൽക്കുന്നത്, അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആരാണ്? ആളുകളെ സ്ഥാനാർത്ഥിയാക്കും. അതെല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ശേഷവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നൊരു പുതുമ എന്നെനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും, അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇപ്പോൾ ശ്രീമതി ശ്രീലേഖ IPS ഒരു കേരളത്തിലെ ആദ്യത്തെ IPS മേടിച്ച BJP ആയിട്ടുള്ള വനിതയാണ്. BJP ജോയിൻ ചെയ്ത് വട്ടിയൂർക്കാവ് തവണ സ്ഥാനാർത്ഥിയായിരുന്നു. ജേക്കബ് തോമസ് സാർ കഴിഞ്ഞ ടൈമിൽ സ്ഥാനാർത്ഥിയായിരുന്നു. TP സെൻകുമാർ സാർ BJPയുടെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ കൂടി ഞങ്ങളുടെ സംഘപ്രസ്ഥാനത്തോട് അടുത്ത് സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വിദ്യാഭ്യാസ രംഗത്തുള്ള ആൾക്കാർ വരുന്നിട്ടുണ്ട്. മെട്രോമാൻ ശ്രീധരൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല. അപ്പോൾ എല്ലാ മേഖലകളിലെയും, അത് സിനിമാ ഫീൽഡുണ്ട്, ഇത്തരത്തിലുള്ള മറ്റ് റിയാലിറ്റി ഷോകളിലുണ്ട്, ഗായകരുണ്ട്, കലാരംഗത്ത് നിൽക്കുന്നവരുണ്ട്, എല്ലാ മേഖലകളിലും വരാറുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുക. അതൊരു യാഥാർത്ഥ്യമാണ്, അതുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് ഇത്തവണത്തെ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ വൈപ്പിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു നൃത്താധ്യാപികയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയുള്ളവർ നമ്മൾ കണ്ണിൽ പെടുന്നു എന്നുള്ളതാണ്. അതെ, അങ്ങനെയുള്ളത് കൊണ്ടാണ്. കാരണം സെലിബ്രിറ്റീസിനെ ആകുമ്പോൾ എല്ലാ കോമൺ മാൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്തുകൊണ്ട് ഇവരെ പ്ലേസ് ചെയ്തു, എന്താണ് അവരിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത്? സോ എന്തോ ഒരു ഗെയിം ചേഞ്ചിങ് ആണല്ലോ. ഗെയിം ചേഞ്ചിങ് തീർച്ചയായിട്ടും ഉണ്ട്. അതെ, BJPയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയം ഘടകമാണല്ലോ. വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും മെനയും. അതിപ്പോ ഞാനത് മറച്ചു വെക്കുന്നൊന്നുമില്ല. പക്ഷെ ആ തന്ത്രങ്ങൾ മെനയുമ്പോഴും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവർക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തും. അതിനപ്പുറത്തേക്ക് സെലിബ്രിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തില്ല, ഒരിക്കലും നിർത്തില്ല. അങ്ങനെ ചെയ്യില്ല. അതെ അതെ. ഇനി പാർട്ടി വേറെയും കുറച്ച് പേര് പറയുന്നത് ഇലക്ഷന്റെ സമയമായപ്പോഴത്തേക്കും നമുക്ക് കാണാം എല്ലാ പാർട്ടിക്കാരും അവരുടേതായിട്ടുള്ള ഫ്ലെക്സും കാര്യങ്ങളും പ്രചരണത്തിന് വേണ്ടിയിട്ട് കോടികളും ലാക്സും ഒക്കെയാണ് എല്ലാവരും ഇറക്കിയിട്ടുണ്ടാവുക. പക്ഷെ എല്ലാവരും ഇപ്പൊ പറയുന്നു BJP കാശ് കൊടുത്ത് കാൻഡിഡേറ്റ്സിനെ വാങ്ങിക്കുന്നു, BJP കൂടുതലും കാശ് എറിഞ്ഞിട്ടാണ് പ്രചരണം എല്ലാം ചെയ്യുന്നത്, പൈസ അങ്ങനെയും കുറെ. ഇതെല്ലാം ശ്യാമും കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ചോദിക്കട്ടെ, എന്താണ് ഇതിനുള്ളിലത്തെ വാസ്തവം? നോക്കിയോ, BJPയെ പോലെ ഒരു പാർട്ടിക്ക് കാശ് കൊടുത്തിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ട ഗതികേടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ജോയിൻ ചെയ്യുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം കാശ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് BJP വലിയ രീതിയിൽ വളരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പക്ഷേ പലപ്പോഴും ഞങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് അത്ര ഉയരത്തിൽ ഉയരുമ്പോൾ അതിനകത്ത് കണ്ടെത്തുന്ന ചില ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അല്ലാതെ ഈവൻ കേരളത്തിൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, ഇപ്പോൾ ഞാൻ മാനന്തവാടി ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ തന്നെ ക്വാളിറ്റി അല്ല, എന്നേക്കാൾ ക്വാളിറ്റിയുള്ള 4-5 പേര് മാനന്തവാടിയിലുണ്ട്. അങ്ങനെ കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കും ഒന്നല്ലെങ്കിൽ 4-5 പേരുണ്ട്. അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ മിനിമം കേട്ടോ. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടായിയോ അല്ലെങ്കിൽ പുതിയ ആളുകളെ കിട്ടായി അത്തരമൊരു പ്രശ്നമേ BJPക്ക് ഇല്ല. പിന്നെ പണം മുടക്കുക വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇന്ത്യ മുഴുവൻ ഇലക്ഷൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഇലക്ഷൻ അല്ല, കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ABVPയുടെയും യുവമോർച്ചയുടെയും ദേശീയ ചുമതലയായിട്ട് ഈ രാജ്യം മൊത്തം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാണ്. ഈ ഇലക്ഷൻ ഇത്തരത്തിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഉത്സവമാക്കി നടത്തുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അത് ഞങ്ങളെക്കാൾ മുമ്പേ തുടങ്ങി വെച്ച ആളുകളുണ്ട്. അതെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. BJP പിന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും എടുക്കും. അതിനകത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഇലക്ഷൻ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, കേരളത്തില് എനിക്ക് ഇലക്ഷന് കണക്കെടുത്തു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കേരളത്തിൽ BJP അല്ല. നിങ്ങൾ ഒരു കണക്ക് വരുമ്പോഴത്തേക്ക് എടുത്ത് നോക്കിയോ, നിങ്ങൾ അതിനേക്കാൾ പണം മുടക്കിയിട്ടുള്ള ആളുകളുണ്ട് കേരളത്തിൽ. അതുണ്ട്. അത് പിന്നെ പറയുമ്പോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. ഇപ്പോ ജനിച്ചത് തൊടുപുഴയില്, ഇപ്പൊ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയില്. ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്തും ഉള്ള ആൾക്കാരെയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശ്യാമിന് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയുമാണ്. ശ്യാമിനെയും ആ നാട്ടുകാർക്ക് അറിയാം. ശ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ശ്യാമിനെ കുറിച്ചുള്ള വ്യക്തിപരമായിട്ടും എല്ലാം അറിയുന്ന രണ്ടുപേരുണ്ട്. ആ സമയത്തും ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും അല്ല, നേരെ മാനന്തവാടിയിലാണ് ശ്യാംരാജ് വന്നു എന്നുള്ള ആള് എത്തി നിൽക്കുന്നത്. അപ്പോ
ഈ തൃപ്പൂണിത്തുറയില് എന്നിട്ട് പെട്ടെന്ന് പുതിയതായിട്ട് ഇപ്പൊ അഞ്ജലിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അതെ. അപ്പൊ ശ്യാം ശരിക്കും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നില്ലേ എനിക്ക് എന്തായാലും പ്രവർത്തിക്കാൻ തൃപ്പൂണിത്തുറ തന്നെ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നിരിക്കില്ലേ അല്ല നിന്നിട്ടുണ്ടാവുക? അല്ല എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ആവശ്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രഖ്യാപനത്തിന് 1-2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, അന്നത്തെ സംഘടനാ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളെന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാവും, ഒരു 25 ദിവസത്തേക്കുള്ള വസ്ത്രം തയ്യാറാക്കി വെക്കുക, Okay. ഷർട്ടും മുണ്ടും തയ്യാറാക്കി വെക്കുക, ലിസ്റ്റിലുണ്ടാവും. ആ. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്നെ ഏറ്റവും ആപ്റ്റായിട്ട് എവിടെയാണോ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുക, ഉം. അത് എന്നെക്കാൾ അറിയാവുന്ന എൻ്റെ പ്രസ്ഥാനത്തിനാണ്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തവണ ചിന്തിച്ചപ്പോൾ ഞാൻ കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് മാനന്തവാടിയിലാണെന്ന് പ്രസ്ഥാനത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കൂ, ഈ തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഒരു ഒരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതിലെ ഒരു ഇടം എന്ന് പറയുന്നത് മാനന്തവാടിയാണ്. അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ട് അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അതിനകത്തൊരു കാര്യം, ഇപ്പോൾ കേരളത്തിന്റെ SC/ST ട്രൈബൽ മിനിസ്ട്രി വകുപ്പ് മന്ത്രി ജയിച്ചു വന്ന മണ്ഡലമാണ്, ഓർക്കടൂരിന്റെ അതെ. മണ്ഡലമാണ് അതെ. മാനന്തവാടി എന്ന് പറയുന്നത്. അതെ. ഞാൻ അവിടെ വെള്ളമുണ്ട എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ, അത് സോഷ്യൽ മീഡിയ ഒരു വൈറലൊരു വീഡിയോ ആണ്, ഞാൻ കണ്ടതാണ്. വെള്ളമുണ്ട പഞ്ചായത്തിലെ കണ്ടു 4 സെന്റ് കോളനി പോകുമ്പോൾ അതെ. ഈ 2026 ഇന്ന് നമ്മൾ ഏപ്രിൽ 14-ാം തീയതി നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് വരെ അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വീടും, അതായത് ടാർപോളിൻ വലിച്ചു കെട്ടിയിരിക്കലാണ്, നീല നിറത്തിലെ ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട് അതിനാണ് വീടെന്ന് പറയുന്നത്. അതിനകത്ത് 8-10 ആളുകൾ, പല 2-3 കുടുംബങ്ങൾ. ഈ പ്രായപൂർത്തിയായുള്ള പെൺകുട്ടികൾക്ക് ഒന്ന് വസ്ത്രം മാറി കൊടുക്കാൻ അടച്ചുറപ്പുള്ള മുറി പോലുമില്ല. നമ്മൾ ഈ നിമിഷം സംസാരിക്കുമ്പോൾ പറയുന്നത് ടോയ്ലറ്റുകളില്ല. കേരളത്തിൽ ടോയ്ലറ്റുകളില്ലാത്ത വീടുകൾ ഇന്നും കേരളത്തിലെ ട്രൈബൽ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊതുജനങ്ങൾക്ക് എത്തിക്കുക, 2 അതിനൊരു പരിഹാരം കാണുക. ഇപ്പം എന്നെ ആ വീഡിയോ വന്ന ഉടനെ ശ്രീ സുരേഷ് ഗോപി മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ വിളിച്ചു. വയനാട്ടിലെ മുഴുവൻ ട്രൈബൽ ഇഷ്യൂസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കണം. നമുക്കവിടെ ഒരു വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ട്രൈബൽ സഹമന്ത്രി ദുർഗാദാസ് ഉയികേജി അദ്ദേഹത്തിനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്നെ ഒരു പ്രോഗ്രാമിനല്ല വിളിക്കേണ്ടത്, പലതവണയായിട്ട് എന്നെ വിളിക്കുക, ഞാൻ അവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്ക് കയറി ഞാൻ മന്ത്രി സെൻട്രൽ മിനിസ്റ്റർ വരാം, വന്നിട്ട് നമുക്ക് പരമാവധി അവരുടെ പരിഹാരം കാണാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യിക്കാനും അതിന് പരിഹാരം കാണാൻ, കേവലം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചർച്ച ചെയ്യിക്കലല്ല, അതിന് പരിഹാരം കാണാനും എന്നെ കൊണ്ട് പറ്റി. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ്. പക്ഷേ എനിക്കത് ചെയ്യുമെന്ന് പ്രസ്ഥാനത്തിന് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന പാർട്ടിക്കാണ്. അപ്പോൾ അത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പാർട്ടിക്ക് ശ്യാമിലുള്ള വിശ്വാസം. അതെ അതെ പക്ഷെ ശ്യാം അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ മാനന്തവാടിക്കാർക്ക് ആർക്കും ശ്യാമിനെ അറിയില്ല, അല്ലേ? ഇപ്പൊ ഈ പോയ ട്രൈബൽ ഏരിയയിലുള്ളവർക്കൊക്കെ തന്നെ ശ്യാം ചെന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ BJP പാർട്ടിയിൽ നിന്നാണ്, ശ്യാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്യാം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവർക്ക് എങ്ങനെയാണ് ഓക്കെ ശ്യാമിന് ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടി അവരെ കൺവിൻസ് ചെയ്യാൻ അത് അപ്പം ഈസി ആയിരുന്നോ ശ്യാമിന്? വയനാട്ടിലെ MP ആരാ? ഈ ചോദ്യം അവിടെ കൺവെൻഷൻ കോൺഗ്രസ് എന്നോട് ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അതിനകത്ത് രസകര ഒരു കാര്യം, വയനാട്ടിലെ MP മലയാളം പോലും അറിയാത്ത പ്രിയങ്ക ഗാന്ധിയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർ നിർത്തിയത് ഡൽഹിയിൽ നിന്നുള്ള ആനി രാജയാണ്. അന്ന് ഞാൻ പറഞ്ഞ അവിടുത്തെ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറഞ്ഞ ഉത്തരം, ആനി രാജയ്ക്ക് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലോട്ട് വരാനുള്ള ദൂരമോ പ്രിയങ്ക ഗാന്ധിക്ക് UP നിന്ന് വയനാട്ടിലേക്ക് വരാനുള്ള ദൂരമോ P ശ്യാംരാജിന് ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഇല്ല. ഇനി ചോദിച്ച ചോദ്യം അത് അവരോടുള്ള ഉത്തരവാണ്. ചോദിച്ച ചോദ്യത്തിന് എനിക്കും അവർക്കും അത് കണക്റ്റഡ് ആയി. അതായത് ശ്യാമിന് അത് ഈസി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റി, എനിക്ക് പറ്റി, കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി, അവർക്ക് എന്നെ മനസ്സിലായി. ഞാൻ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾ ഞാൻ മാനന്തവാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെ ഇടയിലെ കമന്റുകൾ വായിക്കട്ടെ. അവിടുത്തെ ജനങ്ങൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാണ്ട, അതല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് അവരോടൊപ്പം നിൽക്കണമെന്നുള്ള രീതിയിൽ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അപ്പൊ എനിക്ക് അവരുമായിട്ട് അവരുടെ വേദനകളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരെ പേഴ്സണലായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതൊരു, ഞാൻ പറയുന്ന ഒരു സാധാരണ ഒരു ഞാൻ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് ഞാൻ തന്നെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. അത് എവിടുന്നോ എന്നെ കൊണ്ടുവന്നെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ഒരു ഫാമിലിയോ യാതൊരു ബന്ധമുള്ള ഒരു സ്ഥലമോ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടോ ഉള്ള ഒരാളേ ആയിരുന്നില്ല ഞാൻ പൊളിറ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു വെച്ചാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഇപ്പം എനിക്ക് 37 വയസ്സായി. ഞാൻ 15 വർഷമായിട്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോഴും പരമാവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് നാളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും, എറണാകുളത്ത് നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കും, ഇനി കണ്ണൂർ പോയി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമേ ഒരു അല്ലേ? കാര്യമേ അല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതും ഇപ്പൊ പരിചയമുള്ള തൃപ്പൂണിത്തുറയിലോ തൊടുപുഴയോ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നിരിക്കില്ലേ ശ്യാമിന് ഈ ഒരു വർക്കും കാര്യങ്ങളും ആൾക്കാരെ കൺവിൻസ് ചെയ്യണതും കുറച്ചും കൂടി ആ ഒരു പ്രോസസ് കുറച്ചും കൂടി ഈസി അല്ലേ? മറ്റേത് കുറച്ച് ചാലഞ്ചിങ് അല്ലേ എത്രയാന്ന് പറഞ്ഞാലും പരിചയമില്ലാത്തൊരു സ്ഥലം. അല്ല, അങ്ങനെ നമുക്ക് ജനറലി സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരാം. ഞാൻ അങ്ങനെ ചോദ്യത്തിൽ ഞാൻ തെറ്റു പറയില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത അങ്ങനെ ആയിരിക്കാം. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കുണ്ടായത് മാനന്തവാടിയിൽ ഒരു 1-2 ആഴ്ചക്കകത്ത് എനിക്ക് അവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി സാധിച്ചു. അവിടുത്തെ കോൺഗ്രസ്സുകാരനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അടക്കം പറയുന്നു ഇത്തവണത്തെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, മുൻപും എല്ലാവരും, പക്ഷേ ഇത്തവണത്തെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കൂടുതൽ മികച്ച ആളാണ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്കത് സാധിച്ചു. അല്ലെങ്കിൽ അവർക്ക് എന്നെ മനസ്സിലോട്ട് എന്താ ആവാഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അതൊരു ഹഡിലായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇല്ല, എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. എവിടെയാണെങ്കിലും ഓവറായിട്ട് വർക്ക് ചെയ്യും ഞാൻ. എവിടെയാണെങ്കിലും വർക്ക് ചെയ്യും ഞാൻ. നന്നായിട്ട് എവിടെയാണെങ്കിലും എനിക്കൊരു ഡ്യൂട്ടി വന്നാൽ ഞാൻ അതിന്റെ എക്സ്ട്രീം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അത് ഇവൻ തൃപ്പൂണിത്തുറ നിർത്തിയാലും തൊടുപുഴ നിർത്തിയാലും ചെയ്യുന്ന അതേ രീതിയാണ് മാനന്തവാടിയിലും ചെയ്തത്. തന്നെ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ സിസ്റ്റം ചലിപ്പിക്കുന്നതിന് പാർട്ടിയും പ്രവർത്തകരുമാണല്ലോ. കാൻഡിഡേറ്റ് ഒരു മെറ്റീരിയലാണ്, സിസ്റ്റം പ്രവർത്തിക്കുന്നത് മറ്റേ പാർട്ടിയും പ്രവർത്തകരുമാണ്. തീർച്ചയായും അവര് ആരെ അവിടെ പ്ലേസ് ചെയ്താലും ആ വ്യക്തിയെ വെച്ചിട്ട് അങ്ങോട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് അവർ പൊയ്ക്കൊള്ളും. അപ്പോൾ അതിന് പാർട്ടി എന്ന് പറയുന്ന വലിയൊരു, പ്രത്യേകിച്ച് ബി.ജെ.പിയെ പോലെ ഒരു സെമി കാഡർ പാർട്ടിക്ക് വലിയൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ അവിടെ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എല്ലാം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചുള്ളൂ. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ജലിയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ അഞ്ജലി പറഞ്ഞതിനകത്ത് അഞ്ജലി പുതുമുഖമാണ്, പൊളിറ്റിക്സിലേക്ക് ഇപ്പൊ എൻ്റർ ചെയ്തതാണ്, പിന്നെ ഒരു സ്ത്രീയാണ്. അഞ്ജലിക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്ഥലമായിരുന്നു അഞ്ജലിക്ക് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ അഞ്ജലിക്ക് അങ്ങോട്ടാണെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സാഹചര്യം നോക്കിക്കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറയാണെങ്കിൽ അഞ്ജലി ജനിച്ചു വളർന്ന സ്ഥലമാണ്, ചെറിയ കുട്ടി വീട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ പാർട്ടി അഞ്ജലിക്ക് ഫേവർ ആയിട്ട് ഒരു മണ്ഡലം കൊടുത്തു എന്നാണ് അഞ്ജലി എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എവിടെ പോയാലും സിറ്റുവേഷൻ, അപ്പം ഓരോ വ്യക്തിയുടെയും കൂടെ നിങ്ങളുടെയും കൂടെ പേഴ്സണൽ കണ്ടീഷൻ മാനിച്ചുകൊണ്ടായിരിക്കാം പാർട്ടി എപ്പോഴും ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവുക അല്ലേ? നോക്കൂ, ഇപ്പൊ അതൊരു മറ്റൊരു NDA നിൽക്കുമ്പോൾ തന്നെ അവര് 2020 പാർട്ടായിട്ട് നിന്നയാളാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള ഉത്തരം പറയേണ്ട അവരുമാണ്. ഞാൻ ബി.ജെ.പിയെ കുറിച്ചിട്ട് പറയണമെങ്കിൽ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്താലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാന്നുള്ളതാണ്. ബി.ജെ.പിയിൽ എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു അത്തരത്തിലുള്ളൊരു നമുക്കൊരു എന്താ പറയുക, അതിനകത്തൊരു സിമ്പിളിസിറ്റി എന്ന് പറഞ്ഞ ഒന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു വളരെ സുഖശീതളതമയിൽ നമ്മൾ പ്ലേസ് ചെയ്യപ്പെട്ടിട്ട് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളതൊന്നും പൊളിറ്റിക്സിൽ ഇല്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയണം, എനിക്കിപ്പോൾ ആന്ധ്രാപ്രദേശിൽ സമരം ചെയ്തിട്ട് കേസുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആന്ധ്രാപ്രദേശിൽ ഞാൻ യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആന്ധ്രയിലും ലക്ഷദ്വീപിലും തെലങ്കാനയിലും പ്രഭാരിയായിരുന്നു. അപ്പോൾ ഇൻചാർജ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി അവിടെ സംഘടന വികസിപ്പിക്കലാണ്. ആ സംഘടന വികസിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി സമരം ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ പോയി തല്ലുകൊണ്ടാ പോരാഞ്ഞിട്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ പോയി ഞാൻ പോലീസിന്റെ അറസ്റ്റ് വരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് ഇന്ന നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആളുകളെ മാത്രം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊരു ഇതില്ല. എനിക്ക് അറിയാവുന്നവർ എന്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രമേ ഞാൻ പ്രവർത്തിക്കുന്നുള്ളൊരു ഒരിക്കലും ഓപ്പൺ മൈൻഡ് ഉണ്ടാവണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെ? അല്ലാതെ എന്റെ വീട്ടിലിരുന്നോ എന്റെ മണ്ഡലത്തിലിരുന്നോ മാത്രമേ ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന് പറയുന്നതിനകത്താണ് ശുദ്ധ ഒരു. ഞാൻ ഉറപ്പ് പറയുന്നു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് നമുക്കൊരു പൊളിറ്റിക്സിൽ ഒരിക്കലും ഒരു എളുപ്പമല്ല. ഇപ്പോൾ നമ്മളെപ്പോലെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പ് പറയുന്നു, എവിടെയും എന്ത് ജോലിയും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് ഇതൊരു സേവനം കൂടിയാണല്ലോ. പക്ഷെ നമുക്ക് കരിയറിന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു മുമ്പോട്ട് നമ്മുടെ പോക്കിനും അത്തരത്തിലുള്ള ഒരു കംഫർട്ട് സോണിൽ മാത്രം നിന്നിട്ട്, അത് പൊളിറ്റിക്സ് മാത്രമല്ല ഏതൊരു മനുഷ്യനും അവനവന്റെ കംഫർട്ട് സോണിൽ മാത്രം നിന്നിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിൽ നിന്ന് ആ കംഫർട്ട് സോൺ പൊളിച്ച് പുറത്ത് കടന്ന് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മറുവശത്ത് ഇത് പൊതുസേവനം കൂടി. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞപ്പോൾ ABVP നാഷണൽ സെക്രട്ടറി ആയിരുന്നു, JNUവിന്റെ സംഘടനാ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ABVP സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരിക്കും നോർത്തിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള പണമില്ല. അവസാനം ആരെങ്കിലും കണ്ടിട്ട് തട്ടിക്കുട്ടിയുള്ള പണം ഉണ്ടാക്കുക. അപ്പോൾ ടിക്കറ്റ് കൺഫേം ആവില്ല. സ്ലീപ്പറാണ്, AC അല്ല, സ്ലീപ്പറിലായിരിക്കും യാത്ര ചെയ്യുക. സ്ലീപ്പർ ടിക്കറ്റ് കൺഫേം ആകാതെ
ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ABVP സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും ഞാൻ മാത്രമല്ല, അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ABVP നാഷണൽ സെക്രട്ടറി അടക്കം ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ആ വാഷ് ബേസിൻ, ആ ടോയ്ലറ്റ്, ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഡോർ അടക്കമുള്ള സ്പേസ്, ആ സ്പേസിൽ കിടന്ന് ഉറങ്ങി ഡൽഹിക്കും ബീഹാറിനും UPക്കും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അതിനകത്ത് ഞാൻ പറയുന്നത് അതെന്തെങ്കിലും ഒരു മോശമായിട്ടൊന്നും, അതൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പൊതു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ ആ യാത്ര ചെയ്ത പോലെ എത്രയോ പേര് യാത്ര ചെയ്യുന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എത്രയോ പേര് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ പോലെ അതെല്ലാം സഹിക്കാനും അത് കണ്ടറിയാനും ഞാൻ തയ്യാറാവണം. എങ്കിലേ ഞാൻ ഇതിന് നിൽക്കാവുള്ളൂ. ഒരു റിയൽ പൊളിറ്റീഷ്യൻ എന്ന് വെച്ചാൽ അതാവണം. ഈ പൗലോ കൊയ്ലോയുടെ വെളിച്ചത്തിൻ്റെ പോരാളികൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ദ വാരിയർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ നീ തിരഞ്ഞെടുത്ത വഴിയിലൂടെ നീ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ കല്ലുകളും മുള്ളുകളും ചവിട്ടേണ്ടി വരുമ്പോൾ, ആ വഴികളിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ നിനക്ക് നേരിടേണ്ടി വരുമ്പോൾ നീ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ സിമ്പിളാണ്, അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. കാരണം ഈ വഴി തിരഞ്ഞെടുത്തത് നീ തന്നെയാണ്, എൻ്റെ വഴി തിരഞ്ഞെടുത്തത് ഞാൻ തന്നെയാണ്. അപ്പം അതിനകത്ത് ഏതൊക്കെ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ എന്തുണ്ടെങ്കിലും ഞാനത് നേരിടുകയോ അതിനെ കടന്നു പോവുകയോ തയ്യാറാവണം. അതിനെനിക്ക് പരാതിയില്ല, പരിഭവമില്ല, ഉണ്ടാവാൻ പാടില്ല. ബാക്കി ഏതൊരു പ്രൊഫഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത്ര അധികം മെന്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും ഉള്ളത് വേറെ ഒന്നിലും തന്നെ ഇല്ല, അല്ലെ? നിങ്ങൾ എത്രത്തോളം റെഡി ആവണം, നല്ലൊരു പ്രവർത്തകൻ, നല്ലൊരു കാൻഡിഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളെല്ലാം ലാസ്റ്റ് ആയിരിക്കും അതിനൊരു പ്രയോറിറ്റി. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഇപ്പൊ പറയുന്ന പോലെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വഴിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ ഒബ്വിയസ്ലി ആരും ഒരിക്കലും പോവാൻ ആഗ്രഹിക്കാത്ത ജയിൽവാസം, അതുമൊക്കെ എപ്പോഴും എങ്ങനെയും വരാം. അടി പിടി ബഹളം കത്തിക്കുത്ത് ഹോസ്പിറ്റൽ ഒക്കെ എല്ലാത്തിന്റെയും, അതായത് നമ്മളെ ഫിസിക്കലി എത്രത്തോളം വേദനിപ്പിക്കാം, മെന്റലി നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കാം, ഇതിനെല്ലാം തയ്യാറായിരിക്കണം. അപ്പൊ മെന്റലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് നല്ലൊരു പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകനും കൂടെ ആവാൻ പറ്റുക. തീർച്ചയായിട്ടും. ഇത്തരത്തിൽ ഏർലി ഏജിൽ ABVP ഇരുന്ന സമയത്ത് തന്നെ ആയിരുന്നില്ലേ അന്ന് ജയിലിൽ പോയതൊക്കെ? അന്നൊരു പക്ഷെ ശ്യാമിന് കുറച്ചുകൂടെ ഹീറോയിക് ഒരു സ്റ്റൈലായിരുന്നു. ബ്ലഡ് ഒക്കെ വന്നു എന്നാലും കുഴപ്പമില്ല. അന്നത്തെ പ്രായത്തിലും അന്നാ ചോരത്തിളപ്പിലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതുള്ളൂ. അന്നേരൊക്കെ ഇത് അറിഞ്ഞിരുന്നത് തന്നെയാണല്ലോ എല്ലാരും ഇറങ്ങുന്നത്. പക്ഷെ അന്ന് ജയിൽ എന്നൊക്കെ പറയുമ്പോ ഓടിപ്പോയിട്ടുണ്ടാവും കയറാൻ, അല്ലേ? അത് സമരം ചെയ്ത് ഇന്നും ഞാൻ പോകും. ഇന്നും ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടാണെങ്കിൽ ഇനിയും ഞാൻ പോകും. അതിനകത്ത് ഒരു സംശയ കാര്യത്തിലില്ല. പക്ഷെ ഈ ജയിൽ എന്നൊക്കെ പറയുമ്പോ അത് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ട്രോമയാണ്, ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. ഇപ്പം ശ്യാം പേഴ്സണലി അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അതിനെ വേറൊരു ആംഗിളിലായിരിക്കും കാണുന്നുണ്ടാവാം. പക്ഷെ ശ്യാമിനും ഇല്ലേ അച്ഛനും അമ്മയും ഭാര്യയും കുടുംബവും ഒക്കെ, അവര് ശ്യാമിനെ പോലെ കാണണം എന്നുണ്ടാവില്ല. അവർക്ക് അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതങ്ങനെ ഒരു കാര്യം, അതിനകത്തൊരു റിയാലിറ്റി കൂടിയുണ്ട്. അത് പറയുമ്പോഴും നമ്മളൊരു പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അവൻ പൊതു സ്വത്താണ്. ആ പൊതു സ്വത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകേണ്ടി വരും. അവിടെ ധർമ്മസങ്കടവും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത് 2014 അവിടെ ഒരു സെക്രട്ടേറിയറ്റ് സമരത്തിൽ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ ഞാൻ പോലീസിന് ലാത്തി ചാർജ് കിട്ടുന്നു, നിങ്ങളെ പറഞ്ഞ പോലെ വലിയ ലാത്തി ചാർജൊക്കെ നടക്കുന്നു. അതിനുശേഷം ഞങ്ങൾ റിമാൻഡ് ചെയ്യുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഞങ്ങൾ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്തപ്പോൾ ഞാൻ അന്നും ഇന്നും ഞാനൊരു ഫാമിലി എന്താ പറയുന്ന ഒരു പാസ്സുള്ള ഒരാളാണ്. അച്ഛൻ, അമ്മ, ഭാര്യ, സിസ്റ്റേഴ്സ് അവരൊക്കെ ആയിട്ട് റെഗുലർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു ഫാമിലി സെന്റിമെന്റ്സ് ഉള്ള ഒരാളാണ്. ഭയങ്കര ഫാമിലി മാൻ ആണ്. അതിപ്പോഴും മാനന്തവാടിയിൽ ഞങ്ങൾ കണ്ടല്ലോ. അതെ, ഫുൾ ഫാമിലി മുഴുവൻ വന്നിരുന്നു. അത് വേറെ ആർക്കും അങ്ങനെ ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്യാമിന്റെ മാത്രമേ ഉള്ളൂ കുടുംബം മുഴുവൻ പ്രചരണത്തിനുണ്ടായിരുന്നത്. ഭാര്യ, അച്ഛൻ, അമ്മ, അനിയത്തി, അളിയൻ, അനിയത്തിയുടെ 2 കുട്ടികൾ, ഇവർ ഇത്രയും പേരോടെ ഉണ്ടായിരുന്നു. അതെ, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ ആ ഒരു ഫാമിലി മാനാണ് ഞാൻ. അങ്ങനെ പോകുന്ന സമയത്ത് ഞാനിത് എല്ലാ ദിവസവും ഞാൻ 2 ദിവസം കൂടുമ്പോഴും മിനിമം വീട്ടിൽ വിളിക്കും. എല്ലാ ദിവസവും വിളിക്കും, പരമാവധി 2 ദിവസത്തിനകത്ത് വിളിക്കും. അപ്പോൾ ഈ റിമാൻഡിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അതായത് അവരെ അറിയിക്കാതിരിക്കാൻ. അന്നത്തെ എന്റെ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയുള്ളൂ. ആ ബുദ്ധി തെറ്റായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാനത് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടുകാരൊന്ന് മറച്ചു വെക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും എന്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അപ്പൊ അന്ന് അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ
അമ്മയ്ക്ക് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ കിട്ടാതായപ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ടായി. 4 ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നല്ല ബുദ്ധിമുട്ടായി. അപ്പോൾ അമ്മ ആകെ പരിഭ്രമിച്ചു. അമ്മയ്ക്ക് അവർക്ക് ആകെ അറിയാവുന്ന ഞാൻ എറണാകുളത്ത് ഉണ്ട്, അവിടെ RSSന്റെ സ്റ്റേറ്റ് ഓഫീസിൽ എൻ്റെ താമസം, പ്രാന്തക്കാരിയിലെന്ന് പറയും. പ്രാന്തക്കാരിയിലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 12 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്തായാലും എന്നെ തപ്പി വരണം. അത് ആ സമയത്തൊക്കെ അമ്മയ്ക്ക് ഉണ്ടായുള്ള കഠിനമായിട്ടുള്ള മാനസിക വേദന തന്നെയാണ്. കാരണം സ്വന്തം മകനെ 8-10 ദിവസമായിട്ട് കാണാതിരിക്കുക, അതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ആ സമയത്ത് തോന്നിയത് ഞാനും അത് ആ വീട്ടിലോട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതിനുശേഷം ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പാർട്ടിയുടെ ആളുകൾ വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വൈകുന്നേരമാണ്. വൈകുന്നേരം അല്ല, ഏകദേശം രാത്രിയായി. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഇരുട്ടി സമയത്ത് വീട്ടിലേക്ക് 2-3 ആളുകൾ കയറി വരുന്നു. അവർ സൈഡിൽ നടക്കം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 10 ദിവസമായിട്ട് മകനെ കാണാതിരുന്ന അമ്മ ഒരു രാത്രി വീട്ടിലേക്ക് ആളുകൾ കയറി വരുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ മറ്റു പലതുമായിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, ജയിലിലാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, 2-3 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. അങ്ങനെ 14, എനിക്ക് തോന്നുന്നു 15-16 ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇറങ്ങി ആ സമയത്ത് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുത്തിട്ടുള്ള മാനസികമായിട്ടുള്ള വേദന എന്ന് വെച്ചാൽ വളരെ വലുതാണ്. ഞാനതിൽ ജയിലിൽ പോയതല്ല എനിക്ക് വിഷമം. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഞാനത് വീട്ടിൽ പറയണമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മകൻ ജയിലിൽ പോകും എന്നുള്ളത് അവർക്ക് മാനസികമായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. പക്ഷെ ഞാനത് പറയണമായിരുന്നു. ഞാനത് പറഞ്ഞില്ല. അതിനേക്കാൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്, ഞാൻ തിരിച്ച് റിമാൻഡിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ നോർത്തിലോട്ട് യാത്ര പോയെന്നാണ്. ഞാൻ ആ കള്ളം പറഞ്ഞിട്ടും ഇവരെന്നോട് തിരിച്ച് ചോദിച്ചില്ല. ഞാനോ? ഞാൻ പിന്നീടാണ് അറിയുന്നത്. അന്നേരം അറിഞ്ഞിരുന്നില്ല. ഞാൻ പിന്നീടാണ് അറിയുന്നതല്ല. പക്ഷെ എന്തായാലും ഞാനത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. അച്ഛനോടും അമ്മയോടൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല അവര്. ഇന്നും നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഇന്നും അവരെന്നെ കുറിച്ചിട്ട് അത് ചോദിച്ചിട്ടില്ല. ഇപ്പൊ 12 വർഷം കഴിഞ്ഞില്ലേ, അല്ല 8 വർഷം കഴിഞ്ഞില്ലേ, ആ സമയത്തും അവർ ചോദിച്ചിട്ടില്ല. 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അവര് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല ആ കാര്യം. അവർക്കറിയാം. ചിലപ്പോൾ പോഡ്കാസ്റ്റ് നാളെ അനീതിമാരുടെ അടുത്ത് കാണിക്കുമായിരിക്കും. അത് കണ്ടാലും അവര് ചോദിക്കില്ല. ഞാൻ മാത്രമല്ല, എത്രയോ പേര് ഒരുപാട് ബഹുമാനിക്കുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിനെ നേരിട്ടും കൂടെ കണ്ട ഒരാളും കൂടെ. ആ ഒരു എക്സ്പീരിയൻസ് എന്താ അല്ലേ? ഫോട്ടോയിലൂടെ കാണുമ്പോ, വീഡിയോയിലൂടെ കാണുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം നേരിട്ട് നിങ്ങൾ കാണുമ്പോ എന്തൊരു ഫീൽ. അത് ഫോട്ടോയും വീഡിയോ ഒന്നും അല്ല, നേരിട്ട് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ സത്യത്തിലൊരു ഓറയുണ്ട്. അത് ഒരു വെളിച്ചമുണ്ട്. അതൊരു നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ അതിലോട്ട് ആകർഷിക്കപ്പെട്ടു പോകും. അതൊരു നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പം ഒന്നും പറയാൻ വേണ്ടിട്ട് പോലും ഇല്ലാതായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി വരില്ല. പിന്നെ കണ്ട് നമസ്തയൊക്കെ പറഞ്ഞ് പിന്നെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം വളരെ വലുതാണ്. ഇന്നിപ്പോൾ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇന്ന് ഈ പാർട്ടി ഒരു ലെവലിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ലാതിരുന്നൊരു കാലത്തുണ്ട്. BJP എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് കോൺഗ്രസ് പാർട്ടിയൊക്കെ പരിഹസിച്ച, നാം 2 നമുക്ക് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ 2 എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് BJP പ്രകീർത്തിക്കുന്ന പല ആളുകളും പോലും പ്രതീക്ഷിക്കാതെ ഇത്ര ഒരു വലിയ വളർച്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രിയാവുന്ന മനസ്സിൽ കരുതിയിട്ടുണ്ടാവുന്ന എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന വാജ്പേയിജിനെ പോലെ, അദ്വാനിജിനെ പോലെ, മോദിജിനെ പോലെ, അമിത്ഷാജിനെ പോലുള്ള ആളുകളുണ്ട്. അവരിനോട് നേരിട്ട് നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഊർജം വലുതാണ്. അത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് ഉള്ള കാര്യം പറഞ്ഞു. ഇപ്പൊ മറുവശത്ത് അദ്ദേഹത്തിന്റെ അമ്മയോട് ഒപ്പമുള്ള അദ്ദേഹത്തിന് എത്രയോ സമയം അദ്ദേഹം പൊതുജനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അമ്മ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഒരു വർക്കിംഗ് ഡേ ആക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളാണ്. ഇവരാണ് നമ്മുടെ ഊർജം എന്ന് പറയുന്നത്. ആ ഊർജം കാണുമ്പോഴും അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് ഈ ഒരു ടീമിൽ, ഇപ്പം ഞാൻ യുവമോർച്ച ദേശീയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് ആ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം അതൊരു വെറും ഞാനൊരു രാഷ്ട്രീയ ഒരു സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ഇങ്ങനെ നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടെയാണ് അതൊന്നും ആലോചിക്കണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അവസ്ഥ നടത്തി, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ,
ഇതെല്ലാം ഏകദേശം അതിൻ്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് അത്തരത്തിൽ ആഭ്യന്തര കലാപങ്ങളൊക്കെ കൊണ്ടിട്ട് ഏകദേശം പല പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് എത്ര സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ 10ാമതോ 11ാമതോ കടന്ന സാമ്പത്തിക ശക്തിയാണ്. ഇന്നിപ്പോൾ ലോകത്തിലെ 4ാമത് സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മളിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഒഴികെ ബാക്കി എല്ലാം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 99% മൊബൈൽ ഫോണും നമ്മൾ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. നമ്മൾ ആയുധങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, വസ്ത്രം നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കയറ്റുമതി, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ വഴി നമ്മൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് നമ്മൾ ഇവിടെ, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പോപ്പുലേഷൻ ആകുമ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റുമാണ്. ആ മാർക്കറ്റ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മാറ്റിയില്ലേ? ഇപ്പോൾ സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വരും. ഞാൻ ABVPയുടെ കുറച്ചുമ്പോൾ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ദേശീയ സെക്രട്ടറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നോർത്തിലോട്ട് പോകുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് 2014 മുമ്പ് രാവിലെ ട്രെയിനിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണാമായിരുന്നു ചെറിയ പാത്രങ്ങളിൽ വെള്ളമൊക്കെ ആയിട്ട് ഈ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ റെയിൽവേ ട്രാക്കിന് ഇരുവശത്തും ഞാൻ കണ്ടിട്ടുണ്ട്. 2014 മുമ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, ഞാൻ വെറുതെ പറയുന്നല്ല. ആ എൻ്റെ കാഴ്ച, ഞാൻ എന്ന സാധാരണക്കാരൻ്റെ കാഴ്ച നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. അല്ല, സാധാരണക്കാരൻ്റെ വേദന മനസ്സിലായി. 11.5 കോടി ശൗചാലയങ്ങളാണ് ഈ രാജ്യത്ത് ബിൽഡ് ചെയ്ത് കൊടുത്തത്. 11.5 കോടി എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 4 പേരാന്ന് സങ്കല്പിച്ചു. മിനിമം 44 കോടി, ഏകദേശം 44.5 കോടിയോളം വരുന്ന ആളുകൾക്ക് എന്ത് ഈ രാജ്യത്ത് 2014 മുമ്പ് ശൗചാലയങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഗ്യാസ് കൊടുത്തു, വെള്ളം കൊടുത്തു, വീട് കൊടുത്തു, എല്ലാം അങ്ങനെ ഒരു ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യ ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾ മറ്റു രീതിയിൽ ചിന്തിച്ചു. ഇന്ന് 2014 400 എന്തോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇന്ന് 1 ലക്ഷം കഴിഞ്ഞു. യൂണിക്കോണുകൾ എല്ലാം IIT 2014 എത്ര എയിംസ് ഉള്ളത് 7 ഇപ്പൊ 23 അപ്പോൾ എല്ലാ മേഖലകളിലും അത്ര വലിയൊരു മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവന്നു. ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. അതിനകത്ത് ഒരു കാര്യം കൂടി എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഞാൻ 2000 അധികമൊന്നും പോണം, വെറും 6 വർഷം മുമ്പ് 2019 ഞാൻ മണിപ്പൂർ പോകും. അപ്പോൾ അവിടെ ഇംഫാൽ, അവിടെ ക്യാപിറ്റലിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പ്രവർത്തകരോട് പറയുന്നു നമുക്ക് ട്രെയിന് പോകാം ഡൽഹിക്ക് എന്ന് പറയും. അപ്പോൾ ഒരു ചേട്ടാ ട്രെയിൻ ഇല്ല അവിടെ, മണിപ്പൂരിൽ ട്രെയിനില്ല. ഏത് 2019 ഇപ്പോൾ എന്നിട്ട് മോദി സർക്കാർ വന്നതിന് ശേഷം വന്നിട്ട് നോണി ബ്രിഡ്ജ് ഉണ്ട്. അതായത് അവിടുത്തെ അവിടെ വലിയ മലമേഖലയാണ്. അപ്പോൾ ട്രെയിൻ പോകാനുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് അല്ല അവിടെ ഉള്ളു. അപ്പോൾ എന്ത് ചെയ്തു, വലിയ റെയിൽവേ പില്ലറുകൾ, വലിയ റെയിൽവേ തൂണുകൾ ഉണ്ടാക്കി. അപ്പോൾ നോണി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ഇതാണ്, മറ്റേ തൂണാണ്, റെയിൽവേ പില്ലറാണ്. 150 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ മലകൾക്ക് ഇടയിൽ തൂണുകൾ നാട്ടി അതിൽ ട്രെയിൻ ഓടിച്ചു. ജമ്മുവിനും കാശ്മീരിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മൾ ഇതിനേക്കാളും വലിയ നമ്മുടെ ഈഫൽ ടവറിനേക്കാളും വലിയ പാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിലൂടെ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിന് സുരക്ഷ ആയിക്കോട്ടെ, എല്ലാം ഇപ്പൊ എവിടെയാ. പണ്ട് കോയമ്പത്തൂർ സ്ഫോടനം, ബാംഗ്ലൂർ സ്ഫോടനം, അഹമ്മദാബാദ് സ്ഫോടനം, ചെന്നൈ സ്ഫോടനം, ഇപ്പൊ എവിടെ മുംബൈ സ്ഫോടനം. മുംബൈയിലൊക്കെ ഒരേ സമയത്ത് തന്നെ 7-8 ട്രെയിനുകൾ സ്ഫോടനം നടന്ന സംഭവമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ മനുഷ്യനെ കാണാൻ പറ്റുക, അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുക. എത്ര തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്? ഞാൻ ഒരു 3-4 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മാനന്തവാടിയില് ആ മണ്ഡലത്തിലാണ് താങ്കൾ പ്രവർത്തിച്ചത് അല്ലെ? ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാണ് നിൽക്കുന്നതും അവിടെ കുറെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ശരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. May 4th നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലും പറയാം. പ്ലസ് ആയിട്ട്, ഫേവറബിൾ ആയിട്ട് ജയിച്ചു എന്നുള്ള രീതിയിലാണ് വന്നെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലായിരിക്കും അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നുണ്ടാവുക? നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം, ജയിച്ചാലും തോറ്റാലും ഞാൻ മാനന്തവാടിയിലെ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ജയിച്ചാലും തോറ്റാലും, അതാണ് ഒന്നാമത്തെ കാര്യം. 2, അവർക്ക് തൊട്ട് മുന്നേ നേരിട്ട് കണ്ട് വിഷമിച്ച കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കൊടുക്കും. ഉറപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കും. തോറ്റാലും ഞാനിപ്പോൾ റെക്കോർഡറാണല്ലോ ഞാൻ പറയുന്നു. ഞാൻ ജയിച്ചാലും തോറ്റാലും മാനന്തവാടിയിൽ കണ്ട വിഷമങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് എന്നാൽ കഴിയുന്ന എൻ്റെ പരമാവധി പരിഹാരം ഞാൻ ചെയ്തിരിക്കും. തോറ്റാലും ചെയ്യും, ജയിച്ചാൽ എല്ലാം ചെയ്യും. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യും, അതിനകത്തൊരു സംശയമേ ഇല്ല. ഇനി മറുവശത്ത് ചോദിച്ചു പോലെ നെഗറ്റീവ് ആണെന്ന് തന്നെ വെച്ചു, മറുവശമാണെങ്കിൽ തന്നെ ഞാൻ അവിടെ ചെന്നിരിക്കും, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കും. ഇന്നും വീടുകളില്ലാതെ മലമുകളിലും കാടുകളിലും ഈ പറഞ്ഞ പോലെ ടാർപോളിൻ വീടുകൾ വലിച്ചു കെട്ടിയിട്ട് സമരഭൂമിയിൽ കിടക്കുക. പട്ടയമില്ലാതൊരു മനുഷ്യന് അഡ്രസ്സ് ഉണ്ടാവുന്ന എങ്ങനെ? ഒന്നുകിൽ വാടക വീട് അല്ലെങ്കിൽ ഒരു വീട് വേണമല്ലോ. പട്ടയമില്ല, ജനങ്ങളെ അഡ്രസ്സ് ഇല്ലാത്തവരാക്കി താമസിപ്പിക്കുക. ഇതൊന്നും പുറം ലോകത്തോട് പറയില്ല. എന്നിട്ട് പറയും അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയും.
മില്ലാത്ത ജനങ്ങൾ പതിറ്റാണ്ടുകളായി സമരഭൂമി എന്ന് പറയുന്ന ഇടങ്ങളിൽ സമരത്തിലാണ്. വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, എങ്ങനെ കുടിക്കും? അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടതാണ്. എനിക്ക് ആ പായൽ പിടിച്ച് കൊഴുത്ത കൊടുത്ത് രണ്ട ഞാൻ കണ്ടു വെള്ളം, ആ വീപ്പയിലെ വെള്ളം, ആ വെള്ളം, അതൊക്കെ. ആ വെള്ളം കുടിച്ചോണ്ട് അത് എടുത്ത് കിലോമീറ്ററുകൾ ചുമക്കണം തലയിൽ വെച്ചിട്ട്. ഇത്തരത്തിലുള്ള ആ ദുരിതങ്ങൾ നമ്മൾ ആരും കാണാനോ കേൾക്കാനോ പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മളെ പോലത്തെ തന്നെ മനുഷ്യരാണ് ഇതെല്ലാം അനുഭവിക്കുന്നതും ഇതിലൂടെ ഗോത്രൂ ചെയ്യുന്നതും നേരിട്ട് കണ്ടതല്ലേ, അതും തീർച്ചയായിട്ടും. ഈ കാലത്തും. അപ്പോ ഈ വേദനയൊക്കെ ശ്യാം, നിങ്ങൾ അതൊക്കെ എന്താ പറയാ, ഇലക്ഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ പലതും ഇങ്ങനെ കാണുകയാണ്. എങ്ങനെ നിങ്ങൾ രാത്രിക്ക് സമാധാനമായിട്ട് ഉറങ്ങുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ആ വേദന നിങ്ങൾ എത്രത്തോളം നിങ്ങളെയും തളർത്തുന്നുണ്ടാവും? ബുദ്ധിമുട്ടാണ്. ശരിയായിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാൻ ഈ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ വെള്ളമുണ്ട പഞ്ചായത്തിൽ ഈ 4 സെന്റ് കോളനി ചെന്നിട്ട് ഞാൻ വോട്ട് ചോദിച്ചില്ല. എനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ വോട്ട് ചോദിക്കുന്നവരോട്? ഈ പറഞ്ഞ വീടുകൾ, ഈ പറഞ്ഞ ടാർപോളിനകത്ത് 10-12 പേര് കിടന്നുറങ്ങുമ്പോൾ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ, അടച്ചുറപ്പുള്ള മുറിയില്ലാതിരിക്കുമ്പോൾ, കഴിക്കാൻ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ, വെള്ളമില്ലാതെ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചെളി പറ്റി പിടിച്ചിരിക്കുക. മുടി എണ്ണ തേക്കാതെ ചെമ്പിച്ച് പാറിപ്പുറക്കുക. കുഞ്ഞുങ്ങൾ, 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, മുഖത്ത് ചെളി ഉരുണ്ട് കൂടിയിരിക്കുക. ആ ആളുകളെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ അവരോട് വോട്ട് ചോദിക്കാൻ പറ്റില്ല. മനസ്സുള്ള ഒരാൾക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കണത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ഇത്രയ്ക്കും ഇത് നേരി കണ്ട സ്ഥിതിക്ക് എന്തുകൊണ്ട് നിങ്ങൾ മെയ് 4ന് റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കണം? ജയിച്ചാലും തോറ്റാലും അവിടെ ഉണ്ടാവും, പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുമെന്ന് ശ്യാം ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തിനാ മെയ് 4 വരെ കാക്കണേ? നിങ്ങൾക്ക് ചെയ്തുകൂടെ ആ ഇപ്പോഴാണ്? ചോദ്യം ചോദിക്കണം. അതിന്റെ പരിഹാരം ഞാൻ ഇപ്പോഴേ തേടി കഴിഞ്ഞു. ഞാൻ പലരോടും സംസാരിച്ചു കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിന് പരിഹാരം അദ്ദേഹം കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. കേന്ദ്ര പട്ടികവർഗ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ പലതവണ, ഇനിയും വരാം, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇക്കാര്യം. ഇതിന്റെ പ്രതിവിധി ഞാനന്ന് കണ്ട അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളതാണ്. അതിന്റെ ഡിസ്കഷൻസ്, അതിന്റെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു പരിഹാരം കൊടുത്തിരിക്കും. ഉറപ്പായിട്ടും ഉണ്ടാവും.